നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളെ ചാനലിലൂടെ പറയുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്, പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ 3 പുതുവർഷം ആരംഭിക്കും. ഒന്ന് ജ്യോതിഷ മാസം ആരംഭിക്കും. ജ്യോതിഷ മാസം എന്ന് പറയുന്നത് മേടം 1-ാം തീയതി തൊട്ട് തുടങ്ങുന്നതാണ്. മേട വിഷു തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ശരിക്ക് ജ്യോതിഷത്തിലെ വർഷം. പിന്നെ ലോകം മുഴുവനും ആചരിക്കുന്നതാണ് ക്രിസ്തുവർഷം, ജനുവരി 1-ാം തീയതി തൊട്ട്. പക്ഷേ മലയാളികളായ നമ്മളുടെ പുതുവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ടാണ്. 5-ാം മാസത്തിൽ ഈ 2025 ശരിക്ക് പുതുവർഷം തുടങ്ങുന്നത്, ചിങ്ങം 1-ാം തീയതി തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. അന്ന് തൊട്ട് ഒരു വർഷക്കാലമാണ് പുതുവർഷം സ്റ്റാർട്ട് ചെയ്യണേ. അതായത് ചിങ്ങം 1201-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട്. അപ്പോൾ ഓരോ രാശികൾക്കനുസരിച്ചിട്ടാണ്, ആ രാശിക്കനുസരിച്ചിട്ടാണ്, ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ഗുണവും ദോഷവും വരിക. അങ്ങനെ രാശി നോക്കുമ്പോൾ അപ്പോൾ നക്ഷത്രങ്ങൾ രാശി ഇന്ന കൂറാണ് എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് മിഥുന കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മിഥുനക്കൂറിൽ മകയിരൻ നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ പകുതി 2 ഘട്ടങ്ങളായിട്ട് വരും. അപ്പോൾ 2-ാമത്തെ പകുതി തിരുവാതിര നക്ഷത്രം, പുണർദൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗവും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ് ശരിക്കും മിഥുനക്കൂറിൽ വരണേ. മിഥുനക്കൂറുകാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ സുഖ ദുഃഖ സമ്മിശ്ര ഫലത്തെ കൊടുക്കുന്ന സമയമാണ്. സുഖ ദുഃഖ സമ്മിശ്ര ഫലം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സന്തോഷിക്കാനും പോകണ്ട, ഓവറായിട്ട് ദുഃഖവും വരത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണ്ടെന്നാണ്. അയ്യോ ഞാൻ ഇതിൽ പെട്ടുപോകും അല്ലെങ്കിൽ അങ്ങനെ പോവില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് വളരെ സന്തോഷപ്രദമായ സമയമല്ല. അതിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ കൂറുകാർക്ക് ഇപ്പോൾ കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-ൽ ശനി സഞ്ചരിക്കുകയാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ കർമ്മവിഘ്നത്തെ കൊടുക്കും. 10-ൽ ശനി സഞ്ചരിക്കുകയാണ്, കണ്ടക ശനി. കണ്ടകൻ 10-ൽ സഞ്ചരിക്കുകയാണ്. 4-7 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടകൻ. ഇത് 10-ലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വ്യാഴ ഭഗവാൻ കൂടെ നിൽക്കുകയാണ്, കൂറിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യൂ? നമുക്ക് ലക്ഷം ദോഷം ഗുരു ഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരു കൂടെ ഉള്ളത് കൊണ്ട് അതിനെല്ലാം ഹനിച്ച് കളയും, ദോഷത്തെ എല്ലാം ഇല്ലാതാക്കി കളയും. അപ്പോൾ നമുക്ക് സംരക്ഷണമുണ്ട്. ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമെങ്കിലും അതിനെ തടയാനുള്ള ആളുകളും ഉണ്ട്. അതാണ് ഞാൻ സുഖദുഃഖ സമ്മിശ്രം എന്ന് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾക്ക് തടസ്സം വരും, പക്ഷെ കാര്യങ്ങൾ സബലീകരിക്കാനും പറ്റും, തടസ്സത്തിലൂടെ പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് ഒന്നിനെയും കാണരുത്. തടസ്സം ഉണ്ടാവും, പലതരത്തിൽ അസ്വസ്ഥതകൾ വരും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, സാമ്പത്തിക നഷ്ടം വരും. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കാര്യവിഘ്നം ഉണ്ടാവും. ഇതൊക്കെ വരാനിടയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പോകണം. ആരെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം? അപ്പോൾ അവിടെ നമുക്ക് ആരാണ് എതിരായി നിൽക്കുന്നത്? ശനിയാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ശനിയെ തന്നെ പ്രീതിപ്പെടുത്തി പോകണം. ആരാണോ നമുക്ക് എതിരായി നിൽക്കുന്ന ആളിനെ പ്രീതിപ്പെടുത്തണം. ഇപ്പോൾ ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതത്തോടു കൂടിയിരിക്കണം. ഇപ്പോൾ ശനീശ്വരനെ മാക്സിമം പ്രീതിപ്പെടുത്തി, വ്യാഴം നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആരാണോ എതിർക്കുന്ന ആളിനെയും കൂടി കൂടെ നിർത്തണം.
അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ 3 കിലോമീറ്റർ പോകുമ്പം 1.5 കിലോമീറ്ററേ ചെല്ലുള്ളൂ, അത്രയും കിടന്ന് ചുറ്റിച്ച് കളയും. അതാണ് ശനിയുടെ പ്രത്യേകത. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്, മന്തി ഒഴിപ്പിച്ച് കളയും. അപ്പം അങ്ങനെ ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനവും കത്തിച്ച് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ടും ഒക്കെ കെട്ടി ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ ലൈവ് നമ്മൾ ചെയ്യാറുണ്ട്. ലൈവ് ചെയ്യുമ്പോൾ ഈ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് യഥാസമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കരാമയിൽ, UAE തന്നെ ദുബായിൽ കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ എല്ലാ മാസവും കൺസൾട്ടേഷൻ ഉണ്ട്, ലൈവ് കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വിളിച്ച് കിട്ടാതെ വരിക, ഇതൊക്കെ വരാറുണ്ട്. അതിന് ഉള്ള കാരണവും കൂടി പറഞ്ഞതാണ്. അതുകൊണ്ട് ലൈവിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ മിഥുന രാശിക്കാർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ ഈ വർഷം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.